ഇന്നത്തെ പ്രധാന 5 വാർത്തകൾ. മുൻ ഭർത്താവിനെ ഇൻസ്റ്റഗ്രാമിലൂടെ മൊഴിചൊല്ലിയ ദുബായ് രാജകുമാരി വീണ്ടും വിവാഹിതയാകുന്നു. വരൻ റാപ്പർ ഫ്രണ്ട് മൊണ്ടാന. ദുബായ് രാജകുമാരി ഷെയ്ഖ മഹ്റയുടെ ജീവിതത്തിൽ പുതിയ അധ്യായം തുറക്കുകയാണ്. പ്രശസ്ത റാപ്പർ ഫ്രഞ്ച് മൊണ്ടാനയുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മുൻ ഭർത്താവിനെ ഇൻസ്റ്റഗ്രാമിലൂടെ നേരിട്ട് മൊഴിചൊല്ലിയ സംഭവം അന്ന് വാർത്തകളിൽ നിറഞ്ഞിരുന്നു. വിവാഹമോചനത്തിനു ശേഷം സ്വന്തം ബ്രാൻഡായ മഹ്റ M1ന്റെ കീഴിൽ ഡിവോഴ്സ് എന്ന പേരിൽ അന്ന് പെർഫ്യൂമും രാജകുമാരി പുറത്തിറക്കി. ആദ്യ വിവാഹത്തിൽ രാജകുമാരിക്കൊരു മകളുമുണ്ട്. വിമാനത്തിൽ ടോയ്ലറ്റുകൾ തകരാർ, 6 മണിക്കൂർ ദുരിതയാത്ര. ഇന്തോനേഷ്യയിലെ ബാലിയിൽ നിന്ന് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബനിലേക്ക് പോയ വർജിൻ ഓസ്ട്രേലിയയുടെ വിമാനത്തിൽ അപൂർവ സംഭവം. യാത്രക്കിടെ ബോയിങ് 737 മാക്സ് 8 വിമാനത്തിലെ എല്ലാ ടോയ്ലറ്റുകളും പ്രവർത്തനരഹിതമായി. 6 മണിക്കൂർ നീണ്ട യാത്രയിൽ ശൗചാലയ സൗകര്യം ലഭിക്കാതെ യാത്രക്കാർ മൂത്രനാറ്റം സഹിച്ച് യാത്ര തുടരേണ്ടി വന്നു. ആദ്യം പിൻഭാഗത്തെ ടോയ്ലറ്റുകൾ മാത്രം തകരാറിലായിരുന്നുവെങ്കിലും പറന്നുയർന്നതിന് പിന്നാലെ ശേഷിച്ചിരുന്ന രണ്ടും പ്രവർത്തനരഹിതമായി. ഇതോടെ യാത്രക്കാർ കുപ്പികളും ഉപയോഗശൂന്യമായ ടോയ്ലറ്റുകളും ആശ്രയിക്കേണ്ടി വന്നു. സംഭവത്തിൽ കടുത്ത വിമർശനം നേരിട്ടതോടെ വർജിൻ ഓസ്ട്രേലിയ യാത്രക്കാരോട് ക്ഷമാപണം നടത്തി. നഷ്ടപരിഹാരമായി ഫ്ലൈറ്റ് ക്രെഡിറ്റുകൾ നൽകുമെന്നും കമ്പനി അറിയിച്ചു. രാജസ്ഥാനിൽ 55-കാരി 17ാമത്തെ കുഞ്ഞിന് ജന്മം നൽകി. ഉദയ്പൂർ ജില്ലയിലെ ലീലാവസ് ഗ്രാമത്തിൽ നിന്നുള്ള കവരാറാം കൽബേലിയുടെ ഭാര്യ രേഖ കൽബേലിയ 17ാമത്തെ കുഞ്ഞിന് ജന്മം നൽകി. ഉദയ്പൂരിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലാണ് പ്രസവം നടന്നത്. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ രേഖ ഇത് തന്റെ 4ാമത്തെ പ്രസവമാണെന്ന് തെറ്റായി പറഞ്ഞുവെന്ന് ഹെൽത്ത് സെന്ററിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ റോഷൻ ദാരംഗി വ്യക്തമാക്കി. നിരവധി തവണ പ്രസവിച്ചതിനാൽ ഗർഭപാത്രം ദുർബലമാവുകയും അമിത രക്തസ്രാവത്തിനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുമെന്നതിനാൽ അമ്മയുടെ ജീവൻ അപകടത്തിലാകും ും ഡോക്ടർ പറഞ്ഞിരുന്നു. ഇപ്പോൾ അമ്മയും കുഞ്ഞും സുരക്ഷിതരാണ്. ചെന്നൈയിൽ കാർഡിയാക് സർജൻ ഹൃദയാഘാതത്തിൽ മരണമടഞ്ഞു. വാർഡ് സന്ദർശനത്തിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് 39-കാരനായ കാർഡിയാക് സർജൻ ഡോക്ടർ ഗ്രാഡിൻ റോയി മരണമടഞ്ഞു. ഡോക്ടർ കുഴഞ്ഞു വീണതോടെ സഹപ്രവർത്തകർ CPRും അടിയന്തര ചികിത്സകളും നൽകിയെങ്കിലും ഇടതുവശത്തെ പ്രധാന ധമനിയുടെ തടസ്സം മൂലമുള്ള വൻ ഹൃദയാഘാതത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല. സുഹൃത്തും ഹൈദരാബാദ് CMC വെല്ലൂരിലെ ന്യൂറോളജിസ്റ്റുമായ ഡോക്ടർ സുദീപ് കുമാർ ദാരുണ വാർത്ത പങ്കുവച്ച് എക്സ് അക്കൗണ്ടിൽ അനുശോചനം രേഖപ്പെടുത്തി. രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് രാഹുൽ ദ്രാവിഡ് പിന്മാറി. മുൻ ഇന്ത്യൻ താരം രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി. കഴിഞ്ഞ വർഷം ഇന്ത്യൻ ടീമിനെ T20 ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം ദേശീയ ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് വിട്ടത്. തുടർന്ന് ഒരു സീസണിലേക്കാണ് രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനായി ചുമതലയേറ്റത്. എന്നാൽ വെറും ഒരു സീസണിനു ശേഷം തന്നെ ദ്രാവിഡ് സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. ടീമിനെ പുനഃസംഘടിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ദ്രാവിഡിന് ഉയർന്ന സ്ഥാനവും അധിക ചുമതലകളും വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും അദ്ദേഹം അത് നിരസിച്ചതായി ഫ്രാഞ്ചൈസി അവരുടെ ഔദ്യോഗിക എക്സ്പോസ്റ്റിലൂടെ വ്യക്തമാക്കി. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.